അതികഠിനമായിരിക്കുന്ന ശോധനയിലൂടെ കടന്നുപോയപ്പോൾ, ആർക്കും കരം പിടിക്കാൻ കഴിയാത്ത വേദനയിലൂടെ കടന്നുപോയപ്പോൾ, എല്ലാവരും ഒരുപോലെ ചേർന്ന് ചതിച്ചു കളഞ്ഞപ്പോൾ, ഇതിലെ വാക്യമല്ലേ നിങ്ങളെ രക്ഷിച്ചത്? പിറകോട്ടൊന്ന് ചിരിഞ്ഞു നോക്ക്, ജീവിതത്തിന്റെ പിറകോട്ടം തിരിഞ്ഞു നോക്ക്. ആർക്കും സഹായിക്കാൻ കഴിയാത്ത കാലഘട്ടം വന്നപ്പോൾ, എല്ലാവരും ഒരുപോലെ തള്ളിപ്പറഞ്ഞപ്പോൾ, എല്ലാവരും ഒരുപോലെ കുറ്റം പറഞ്ഞപ്പോൾ, സഹായിക്കാൻ ആരുമില്ലാതിരുന്നപ്പോൾ, മാറോടടിച്ച് സാരമില്ല സഹോദരി, സാരമില്ല സഹോദര എന്ന് പറയാൻ ആരുമില്ലാതിരുന്നപ്പോൾ ഈ വചനമല്ലേ നിർത്തിയത്? ഓ, പണം കൊണ്ടല്ലോ ജയിച്ചു വന്നത്, ഇതിന്റെ അകത്തുള്ള വാക്യത്താലല്ല പിടിച്ചു ജയിച്ചു കയറിയത്. ഇതൊരു പിടിവള്ളിയാ. പിടിച്ചോ, ഇതേ പിടിച്ചോ, ഉയർച്ച തന്നെ പ്രാപിക്കും. ഇതേ പിടിച്ചോ, ഉയർച്ച തന്നെ പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. ഇനി മരിച്ചാ മതി എന്ന് ചിന്തിച്ചപ്പോഴല്ലേ ഈ വചനം നിങ്ങളോട് ഇടപെട്ടത്. ഞാൻ നിനക്ക് വേണ്ടി മരിച്ചെന്ന്, പ്രൈസ് ദി ലോർഡ്, എന്നെ സഹായിപ്പാൻ ആരുമില്ലെന്ന് പ്രൈസ് ദി ലോർഡ് ചിന്തിച്ചപ്പോഴല്ലേ സഹായിപ്പാൻ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞത്. ഈ വചനം നിങ്ങളോട് ഇടപെട്ടിട്ടല്ലേ ഇതുവരെ സകല പരാജയങ്ങളെയും പിന്നിലാക്കിയത്. ദൈവത്തിന്റെ ആത്മ പറയുന്നു, പരാജയങ്ങളെ പിന്നിലാക്കുന്ന ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാണ്. ഏതൊക്കെ പരാജയങ്ങൾ വന്നു? കുടുംബ ജീവിതത്തിന്റെ അകത്ത് പരാജയങ്ങൾ വന്നു, തലമുറകളുടെ ജീവിതത്തിൽ പരാജയങ്ങൾ വന്നു, ശരീരത്തിന്റെ അകത്ത് പരാജയങ്ങൾ വന്നു, സാമ്പത്തിക മേഖലക്കകത്ത് പരാജയങ്ങൾ വന്നു. പരാജയത്തെ പിന്നിലാക്കുന്ന പരിശുദ്ധയാത്മാവ് നിങ്ങളോട് കൂടെ ഉണ്ടെന്ന്. പരാജയത്തെ പിന്നിലാക്കുന്ന ഏതൊക്കെയോ ദൈവപ്രവൃത്തികൾ കുടുംബങ്ങൾക്കകത്ത് നടക്കാൻ പോകുക കേട്ടോ. വിശ്വസിച്ചോ, വിശ്വസിച്ചോ. പരാജയം പെർമനന്റ് അല്ല, പരാജയം പെർമനന്റ് അല്ല, പരാജയം പെർമനന്റ് അല്ല. എന്നാൽ ക്രിസ്തുവിലുള്ള വിജയം അതെന്നേക്കുമുള്ളതാ.